ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ രാധമ്മ ആദ്യം തന്നെ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് ഈ പെണ്ണുങ്ങളൊന്നും ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് ചുമ്മാ സ്വയം പറയാം. അപ്പോഴാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. എടി ഗംഗ, എന്തി എല്ലാവരും അവരിപ്പോഴും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കാം. എല്ലാവരും റെഡിയായി അച്ചമ്മേ, ഇത് ഇപ്പം ഇറങ്ങി വരും എന്ന് ഗംഗ പറയും. പെട്ടെന്നാണ് ശാരദ ഹാളിലേക്ക് വരുന്നത്. ശാരദയാണെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം മുടി പോലും കെട്ടുന്നേ. ഇതെന്താടി നിനക്ക് ഇത്രയും താമസം ഒരുങ്ങാൻ എന്ന് രാധമ്മ ചോദിക്കാം. അമ്മയ്ക്കൊരു മുണ്ടും നേരിയത് കൊടുത്ത് അങ്ങ് ഇറങ്ങി വന്നാൽ മതി. അതുപോലെയാണോ എൻ്റെ അവസ്ഥ? സാരി ഉടുക്കണം, അതിനുശേഷം ഈ മൂന്നാലെണ്ണത്തിനെ പടം നയിക്കുന്നത് പോലെ ഉന്തിത്തള്ളി ഒരുക്കി ഇറക്കണം, പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തോ എന്ന് നോക്കണം. അങ്ങനെ 100 കൂട്ടം ജോലികളില്ലേ എന്ന് ചോദിക്കാം. എന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തോ, ഇനിയും ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് രാധമ്മ പറയാം. എല്ലാം എടുത്തെന്നാ തോന്നുന്നേ. 1-2 തവണ ഞാൻ നോക്കി, എന്നാലും എന്തെങ്കിലും എടുത്തില്ല എന്നൊരു തോന്നല എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് കാവേരിയും അങ്ങോട്ട് വരിക. അതമ്മയ്ക്ക് എപ്പോഴും ഉള്ളൊരു തോന്നല. എല്ലാം എടുത്തിട്ടുണ്ടാകുന്നേ. ഞാനും വിനീതേട്ടനും കൂടി എല്ലാം വണ്ടിയിൽ കയറ്റി വെക്കാം എന്ന് പറഞ്ഞ് വിനീതും നമ്മുടെ കാവേരിയും കൂടി സാധനങ്ങളൊക്കെ കയറ്റുക. അപ്പം യമുനെ, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേടി എന്നും ചോദിച്ചാൽ ശാരദ വിളിക്കുക. പെട്ടെന്ന് യമുനയാണ് മുടി കെട്ടിക്കൊണ്ട് ഇറങ്ങി വരിക. ഞാനും ഇറങ്ങി അമ്മേ, വാ ഇനി നമുക്ക് പോയേക്കാം എന്ന് യമുന പറയാം. പെട്ടെന്ന് ശാരദ പറയും, ആ താര ആ കുട്ടിയോട് പറയാതെ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കാം. എന്തിനാ പറയുന്നത്? അവരെ നമ്മളോട് ആ മാന്യത എന്തെങ്കിലും കാണിച്ചോ? വളരെ സ്നേഹത്തോടെ ഈ വീട്ടിൽ നമ്മളെ താമസിപ്പിച്ചിട്ട് അവരേത് രീതിയിലാണ് നമ്മളോട് പെരുമാറിയത്. അതുകൊണ്ട് അവരോട് കൂടുതൽ മാന്യതയൊന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് യമുന പറയാം. അതല്ലടി, ഒന്നുമല്ലേലും നമുക്ക് അഭയം തന്നത് അവളല്ലേ, ആ ഒരു നന്ദി കാണിക്കണ്ടേ എന്ന് പറയാം. പെട്ടെന്ന് താരയെ ഗംഗ വിളിക്കും. ഞങ്ങൾ ഇറങ്ങുമോ മോളെ എന്ന് ശാരദ അപ്പം പറയാം. പൊയ്ക്കോ, പോകുമ്പം ആ വാതിലങ്ങ് ചാരിയിട്ട് പോകണം എന്ന് താര മുകളിലത്തെ നിലയിൽ നിന്ന് പറയാണ് കേട്ടോ. അപ്പം എന്തോ പോലെ ആവുകയാണ് ശാരദയ്ക്കും. എന്നിട്ട് അവരെല്ലാവരും ഇറങ്ങി വാതിലും അടിച്ചിട്ടങ്ങ് പോവാം. അപ്പം അവർ പോകുന്ന കാണുമ്പം തന്നെ പെട്ടെന്ന് ജയപാലനെ താര ഫോൺ വിളിക്കുകയാണ്. അവരെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ദയവ് ചെയ്ത് എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് കട്ടാക്കുകയാണ് കേട്ടോ. അവർ പോകുന്ന കാണുമ്പോഴാണ് താരയ്ക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ശ്വാസം വിടാനായിട്ട് പോലും സാധിക്കുന്നത്. ഇതേ സമയം നമ്മുടെ കാവേരിയും കുടുംബവും നേരെ നരേൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ആ വീടും പരിസരവും ഒക്കെ കാണുമ്പോൾ നിളക്കുട്ടി പറയും, അയ്യോ ഇത് എന്തു വലിയ വീടാ, ഈ വീട്ടിലാണോ നമ്മൾ താമസിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കും. അത് കേൾക്കുന്ന കാവേരി പറയും, ഒന്ന് പോടി, ഇത് ഹൗസ് ഓണറുടെ വീടാ, അതേ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു വീടില്ലേ, ആ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് എന്ന് പറയും. ആ വീട്ടിലോ എന്ന് യമുന അപ്പോൾ ചോദിക്കും. അത് തീരെ ചെറിയ വീടല്ലേ ചേച്ചി, അവിടെ എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി? അതത്ര ചെറിയ വീടൊന്നും അല്ല യമുനെ, അത് ആ വീടിൻ്റെ ഒരു വശം മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ആ വീടിന്റെ മുൻവശം കാണുവാണെ നീ ഇതും തിരുത്തി പറയും. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയാൻ കേട്ടോ. വലിയ ആൾക്കാരാണെന്ന് തോന്നുന്നല്ലോ ഇവരെല്ലാം എന്ന് ഗംഗ അപ്പം പറയാണ്. അതെ, വലിയ കാശുകാരാ എന്നാ അപ്പം ശാരദയും പറയാം. എന്നാലും ഈ വീട്ടിൽ നമ്മൾ എങ്ങനെ താമസിക്കുക എന്ന് വീണ്ടും യമുനയ്ക്ക് സംശയം. ദേ പെണ്ണെ, നമ്മളിവിടെ സുഖവാസത്തിന് വന്നതൊന്നുമല്ല, നിളയുടെ ചികിത്സയ്ക്കായിട്ട് വന്നതാ, അതിന് ഈ വീട് തന്നെ ധാരാളം എന്ന് പറയാം. അപ്പോൾ പിന്നെ യമുന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശാരദ പോയി കോളിംബെല്ലടിക്കും. അപ്പം നമ്മുടെ ഗായത്രിയാണ് ഇറങ്ങി വരുന്നത്. ആരാ, കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാട്ടോ ചോദിച്ചേ എന്ന് ഗായത്രി പറയാണ്. അത് ഈ വീട് വാടകയ്ക്ക് ഞങ്ങൾ ചോദിച്ചിരുന്നു, ഔട്ട് ഹൗസ് താമസത്തിനായിട്ട് വന്നതാ എന്ന് പറയാം. ഓ അമ്മയെ ഞാൻ ഇപ്പം വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് ഗായത്രി അകത്തേക്ക് കയറി പോവാണേ. ഇതേ സമയം അവരെല്ലാവരും വന്നിട്ടുണ്ട് എന്ന് രഘുനാഥനോടും നമ്മുടെ മുത്തശ്ശിയോടും ഗായത്രി പറയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയും, നരേനെ എതിർത്തുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അംബികാമ്മ പറയും, മോളെ ഗായത്രി, നീ അവരോട് പറ ഇവിടെ വീടൊന്നും വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയാം. അമ്മേ, ഞാൻ എങ്ങനെ അമ്മേ പറയുക, അമ്മയല്ലേ അവരോട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്, അമ്മ തന്നെ പറയുന്നതല്ലേ മാന്യത എന്ന് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് രഘുനാഥ് മുത്തശ്ശനും പറയും, നീ പോയി പറഞ്ഞ് അംബിക എന്ന് പറയണേ. അവരുടെ മുഖത്ത് നോക്കി വീടില്ല എന്ന് പറയാൻ അംബികാമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ. ഇതേ സമയം തന്നെ നമ്മുടെ നിവിനാണെങ്കിൽ നാട് വിട്ടു പോകാനുള്ള പ്ലാനൊക്കെയാണ്. മറ്റൊന്നുമല്ല, നിവിൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കൊച്ചിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ രാജേശ്വരിയും ഭർത്താവും കൂടി. ദേ സത്യേട്ട, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പോക്കത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സത്യനോടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ശരിയാ, ഉടനെ ഒന്നും യാത്രയ്ക്ക് ഞാനും ഇല്ല, ഭയങ്കര മഴയല്ലേ. എവിടെ മഴ? നിങ്ങളിത് എന്താ ഈ വാലും തുമ്പും ഇല്ലാതെ പറയുന്നത് മനുഷ്യ എന്ന് രാജേശ്വരി ചോദിക്കുക. ഛത്തീസ്ഗഡിലെ
അവിടെ നല്ല മഴയാ, നല്ല പ്രളയമൊക്കെ ആയെന്നാ കേട്ടത്. ഉടനെ ഒന്നും ഞാൻ ഇനി ആ വഴിക്കില്ല എന്ന് സത്യേട്ടൻ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രാജേശ്വരി പറയും, ഞാൻ അതല്ല പറഞ്ഞത്, നിവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവൻ്റെ ഈ പോക്ക് അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോകുന്നത് പോലെ എന്ന് പറയാം. ഏയ്, അവൻ പഠിക്കാനായിട്ടല്ലേ പോകുന്നേ, അവൻ പഠിച്ചിട്ട് വരട്ടെ എൻ്റെ രാജി എന്ന് അപ്പം സത്യം പറയണേ. പെട്ടെന്ന് നിവിനാണ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി വരിക. അത് കാണുന്ന രാജേശ്വരി ചോദിക്കും, ഇത്ര രാവിലെ നീ പോകേണ്ടതുണ്ടോ നിവിനെ? ആ, രാവിലെയാണ് ഡ്രൈവിംഗ് എളുപ്പം അമ്മേ, അതുകൊണ്ട് പോയേക്കാന്ന് കരുതി. റോഡിലൊന്നും വലിയ ട്രാഫിക്കും കാണത്തില്ല എന്ന് പറയാം. എടാ എങ്കിലും ദേ, നീ കൊച്ചിക്ക് തന്നെ ആണല്ലോ അല്ലേ പോകുന്നേ? എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ സംശയം. ഞാൻ കാവേരിയും കുടുംബത്തെയും ഫോളോ ചെയ്ത് തിരുവനന്തപുരത്ത് പോവുകയാണെന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അല്ല, ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ, കർപ്പൂരത്തിൽ തൊട്ട് സത്യവും ചെയ്തു. ഇനിയും അമ്മയ്ക്ക് വിശ്വാസമില്ലേ? ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് കൊച്ചിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അച്ഛനല്ലേ എനിക്ക് വേണ്ട അഡ്മിഷനൊക്കെ എടുത്തു തന്നത്. ഇനിയും എന്താമേ സംശയം എന്ന് ചോദിക്കാം. നീ പോകുന്നത് അങ്ങോട്ടായാൽ മതി. ദേ, എൻ്റെ വാക്ക് നീ ധിക്കരിക്കരുത് അമ്മേ. അല്ലെങ്കിൽ തന്നെ ഇനി ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? കാവേരിക്ക് എന്നോട് പ്രണയമൊന്നുമില്ല. ഞാനും അവളും അതിനെപ്പറ്റി സംസാരിച്ചതാ. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാ. അവൾക്ക് എന്നോട് സ്നേഹമില്ലാത്തപ്പം ഇനിയും അവളുടെ പിന്നാലെ ഞാൻ നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ പഠിക്കാനായിട്ട് തന്നെ പോകുന്നേ എന്ന് പറഞ്ഞ് നിവിൻ യാത്ര ചോദിച്ചിറങ്ങാം. അപ്പം നിവിൻ്റെ ആ യാത്ര കാണുമ്പം രാജേശ്വരിക്ക് എന്തോ പോലെ തോന്നുക. എന്താ രാജി, അവൻ പോയി പഠിച്ച് സമാധാനമായിട്ട് വരട്ടെ. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവൻ്റെ മനസ്സിൽ ആകെ ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, അതാകും ഇങ്ങനെ എന്ന് പറയാം. അല്ല, എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു സത്യേട്ടാ. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ, അവൻ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോയതുപോലെ. പണ്ടൊക്കെ ഈ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അവൻ്റെ മുഖത്ത് കാണുന്ന ഇന്നത്തെ ഈ സന്തോഷം കാണാറുള്ളത്. പക്ഷേ ഇപ്പം ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് അവന് സന്തോഷം എന്ന് രാജേശ്വരി പറയണം. രാജി, ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ നടന്നില്ലേ, അവൻ്റെ മനസ്സും അടുത്ത് പോയിട്ടുണ്ടാകും. അവനൊരു റീഫ്രഷ്മെൻറ്റ് വേണം, അവൻ തിരിച്ചു വരും നിൻ്റെ പഴയ നിവിനായിട്ട്. അത് പോരെ എന്ന് ചോദിക്കാം. എങ്കിലും നമ്മുടെ രാജേശ്വരിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇതേ സമയം നമ്മുടെ ശാരദയും കുടുംബവും പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ നരൻ്റെ വീട്ടിൽ. ഇതുവരെയും താക്കോലായിട്ട് ആരും എത്തിയിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ യമുന ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് വീട്ടുകാരാ, എത്ര സമയമായി അകത്തേക്ക് പോയിട്ട്, ഇവരെന്താ തിരികെ വരാത്തത് എന്നൊക്കെ. പെട്ടെന്ന് ജയപാലൻ നമ്മുടെ നരനെ ഫോൺ വിളിക്കുകയാണ്. അപ്പം നരനാണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ, ഉറക്കപ്പിച്ചയിലാണ് ഫോൺ എടുക്കുന്നത്. ഹലോ, ഞാൻ ജയപാലനാ. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നരൻ ഫോൺ കട്ട് ചെയ്യും. ഇവനിതെന്താ ഇങ്ങനെ എന്ന് ജയപാലൻ അപ്പം മനസ്സിൽ പറയാണ്. പെട്ടെന്ന് വീണ്ടും വിളിക്കും. ഞാൻ ജയപാലനാണെന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടല്ലോ, അതുകൊണ്ടല്ലേ കട്ടാക്കിയത്. തനിക്ക് വേറെ പുതിയതായിട്ട് വല്ലതും പറയാനുണ്ടോ? ദേ, ഇങ്ങ് പുഷ്പവാടിയിലുണ്ടല്ലോ, ഈ ജയപാലൻ്റെ പേര് കേട്ടാൽ എല്ലാവരും വിറയ്ക്കും. ഓഹോ, അത്രയ്ക്ക് വിറയ്ക്കുമോ തന്നെ കണ്ടാൽ എന്ന് നരനപ്പ ചോദിക്കും. എന്നിട്ട് വീണ്ടും ഫോൺ കട്ട് ചെയ്യും. ഇവൻ വീണ്ടും വെച്ചോ? എന്നിട്ട് വീണ്ടും വിളിക്കൂട്ടോ. എടാ ചെറുക്ക, നീ ജയപാലനോട് കളിക്കാൻ വളർന്നോടാ എന്ന് നരൻ വീണ്ടും ഫോൺ എടുക്കുമ്പം ചോദിക്കുക. ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ജയപാലൻ പറ, എന്നാലല്ലേ കേൾക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂ. ഇനി പറ, ജയപാലൻ എന്താ വേണ്ടത്? നീ നിന്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കാൻ പോവാണെന്ന് കേട്ടല്ലോ. അത് ജയപാലൻ കേട്ടത് തെറ്റായിട്ടുള്ള വാർത്തയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാതിരിക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് അപ്പം ജയപാലൻ പറയാണ്. ഇപ്പം അവിടെ ഒരു വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി ഒരു ശാരദയും കുടുംബവും വന്നിട്ടുണ്ട്. അവർക്കൊരിക്കലും വീട് കൊടുക്കാൻ പാടില്ല. ഇനി എന്നെ ധിക്കരിച്ച് വീട് കൊടുക്കാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഈ ജയപാലൻ ആരാണെന്ന് നീ അറിയും. ഈ ജയപാലനെ അങ്ങോട്ടൊരു വരവുണ്ട്. സത്യത്തിൽ ഇതൊന്നും നിന്നെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. ആ രഘുനാഥൻ, ആ കിളവനുണ്ടല്ലോ നിന്റെ മുത്തശ്ശൻ, അയാളോട് പറഞ്ഞാലും എനിക്ക് ഡീല് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ലല്ലോ, നീയുമായിട്ട് ഇടപാട് നടത്തുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞതാ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് നമ്മുടെ നരൻ പറയും, ഇതുവരെയും ആ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനതങ്ങ് കൊടുക്കാൻ പോയേക്കുക. ജയപാലൻ ഇങ്ങോട്ട് വാ, നരൻ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുന്ന ജയപാലന് ദേഷ്യം വരിക. എടാ, ഞാൻ ആരാണെന്ന് അറിയാതെയാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദേ, ആ വീട് മാത്രമല്ല, നീ ഇപ്പം താമസിക്കുന്ന നിന്റെ മണിമാളികയുണ്ടല്ലോ, അതുവരെയും ബുൾഡോസർ കൊണ്ടുവന്ന് കുത്തി പൊളിക്കും ഈ ജയപാലൻ. നിന്റെ വീട്ടിലുള്ള കുട്ടികളെ അടക്കം ഞാൻ നരകിപ്പിക്കും എന്ന് പറയാം. ആണോ? അങ്കിലിങ്ങ് വാടാ ജയപാല, നീ ഈ നാരൻ ഇവിടെ തന്നെ ഉണ്ടടാ. നിന്റെ കളിയൊക്കെ എനിക്കൊന്ന് കാണണമല്ലോ. ഇങ്ങോട്ട് വാ ജയപാല, ഐ ആം വെയിറ്റിംഗ് എന്ന് നാരൻ പറയാം. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം ജയപാലൻ ഒരു അടി കൊണ്ടതുപോലെ ആയി പോവാ. താൻ വിചാരിച്ചതുപോലെ ഒരുത്തനേ അല്ല നരൻ, തന്നെയൊക്കെ കടത്തി വിട്ട് ഒരുത്തനാണ് എന്ന് ഏകദേശം ബോധ്യപ്പെടാം. അപ്പം ജയപാലനും അവിടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നരൻ പെട്ടെന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ഗായത്രിയുടെയും മുത്തശ്ശിയുടെ നേർക്ക് നേരെ നിൽക്കുക. അല്ല, എന്നെ എതിർത്തുകൊണ്ട് ആ വീട്
വീട് വാടകയ്ക്ക് കൊടുക്കാൻ തന്നെയാണല്ലേ രണ്ടുപേരുടെയും പ്ലാൻ? അല്ല, ഈ ഇടപാടിൻ്റെ ബ്രോക്കർ ആരാ? ചെറിയമ്മയോ അതോ മുത്തശ്ശിയോ എന്ന് ചോദിക്കുക. എന്തായാലും ഇത്രയൊക്കെ ഞാൻ അറിയാതെ ചെയ്തു കൂട്ടിയതല്ലേ, തൽക്കാലം ആ വീട് വാടകയ്ക്ക് കൊടുത്തോ, എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന മുത്തശ്ശൻ ഞെട്ടി നിൽക്കാം. നരൻ തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ. മോനെ നര, നീ എന്താ ഇങ്ങനെ? നിന്നെ എതിർത്ത് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിനക്കിഷ്ടമില്ലാത്ത കാര്യം ഇവിടെ ആരും ചെയ്യുകയും ഇല്ല എന്ന് പറയാം. എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല, അവരെ ഇനിയും നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എന്നാ താക്കോല് കൊണ്ടേ കൊടുക്കുക എന്ന് പറയാം. അങ്ങനെ താക്കോല് കൊടുക്കുകയാണ് കേട്ടോ ശാരദയുടെ കയ്യിൽ കൊണ്ടേ ഗായത്രി. ഇതേ സമയം നമ്മുടെ യമുനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. യമുന പറയും, എന്തൊരു വീട്ടുകാരാ, ഇത്രയും സമയം നമ്മളെ ഇവിടെ നിർത്തി അപമാനിച്ചതും പോരാ, അതിൻ്റെ ഒരു സാമാന്യ മര്യാദയെങ്കിലും അവർ കാണിച്ചോ? അല്ലേലും ഈ കാശുകാരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാണ്. അത് കേൾക്കുന്ന നമ്മുടെ ശാരദ പറയും, എന്തെങ്കിലും ആട്ടെ, ആ മുത്തശ്ശി ഒരു പാവമാണ്. അപ്പോൾ പെട്ടെന്ന് കാവേരി പറയും, മുത്തശ്ശി പാവമൊക്കെ തന്നെയാണ്, പുറത്ത് വെച്ച് നല്ല സ്നേഹത്തിലാണ് എന്നോടും അമ്മയോടും സംസാരിച്ചത്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശിയുടെ ഭാവം മാറി, ആകെ എന്തോ പേടിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അത് യമുന പറയും, ചിലപ്പം വല്ല പുലിയെയോ കടുവയോ ഒക്കെ ഈ വീടിനകത്തിട്ട് ഇനി വളർത്തുന്നുണ്ടോ ആവോ എന്ന് പറയാം. ഒന്ന് പോടി, തൽക്കാലം നമുക്ക് താമസിക്കാൻ ഈ വീട് തന്നെ ധാരാളമാണ്. നമ്മൾ വന്നിരിക്കുന്നതേ നിളയുടെ ചികിത്സാ കാര്യത്തിനാ, അതെപ്പോഴും ഓർമ്മയിൽ വേണം എന്ന് ശാരദ പറയാം. അത് കേൾക്കുന്ന വിനീത് പറയും, അതെ അതെ, എത്രയും വേഗം നിളയുടെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് തിരിച്ച് പുഷ്പവാടിയിലേക്ക് പോകേണ്ടതാ എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഗംഗയ്ക്ക് തിരികെ പുഷ്പവാടിയിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കണ്ണു തുറിച്ച് വിനീതിനെ നോക്കുകയാണേ. അങ്ങനെ അവരെല്ലാവരും വീട് തുറന്നകത്തേക്കൊക്കെ കയറുക. വീടും പരിസരവും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ വലിയ വീടല്ല എന്നൊരു ചിന്ത യമുനയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ജയബാലൻ അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ഇനി കാവേരി തനിയല്ല, നരനും അവരുടെ ഒപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ